നാരായണ 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 രാമ 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 രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുൽസ്ഥാം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരിം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പതയേ നമഃ. നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരണം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ശ്രേഷ്ഠമായ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ അമൃതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആനന്ദമായിട്ടുള്ള അവസ്ഥ, ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കിളിമകളെ കൊണ്ട് എഴുത്തച്ഛൻ പാടിയ കിളിപ്പാട്ട്, കിളിമകളെ കൊണ്ട് പാടിച്ച കിളിപ്പാട്ട്, കിളിമകളെ സങ്കല്പിച്ച് പാടിയ ആ കിളിപ്പാട്ട് നമ്മളും ഇതാ വിശേഷപ്പെട്ട 6ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഈ സുദിനത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാമലക്ഷ്മണ ചരിതം വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഉണ്ടായ താടക വധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരു വിശേഷം അസുരന്മാരൊക്കെ നിഗ്രഹിച്ചത്, അതോടൊപ്പം ഒരസുരൻ പരമഭക്തനായി മാറി മാരീചൻ എന്നൊക്കെ വിവരിച്ചു. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത വിശേഷപ്പെട്ട കഥ ഭക്തി നിർഭരമായ വാക്കുകൾ കൊണ്ട്, അതിവിശേഷപ്പെട്ട ചടുലങ്ങളായ പദങ്ങളെ കൊണ്ട്
ഇതിലധികം ശ്രേഷ്ഠമായിട്ട് സ്തുതിക്കാൻ എനിക്ക് സാധിക്കില്ല രാമ എന്നുള്ള ഭാവത്തിൽ അഹല്യ സ്തുതിച്ച് സ്തുതിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ പലപ്പോഴും ഈ കിളിപ്പാട്ട് രാമായണം എഴുത്തച്ഛൻ എഴുതിയത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കണം കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ കേൾക്കാം, അതുപോലെ വൈകുന്നേരവും നമുക്കിത് 2 നേരവും കേൾക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കേൾക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യമായിട്ടുള്ളത്. ഇതൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഈ രാമായണത്തില് നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, 24,000 ശ്ലോകമുള്ള വാൽമീകി രാമായണമുണ്ട്. ഇതൊക്കെ വളരെ കുറവേ ഉള്ളൂ. ശ്ലോകത്തിന്റെ കണക്കിലേക്ക് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 4,000-ൽ താഴെ ഉണ്ടാവുള്ളൂ. ഇത് ഈരടികളായിട്ടാണ് വർണ്ണിക്കുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കൗസല്യ സുപ്രജാരാമ പൂർവം സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം ഉത്തിഷ്ഠോത്തിഷ്ഠ രാജേന്ദ്ര ഉത്തിഷ്ഠ ഗരുഡധ്വജ എന്നൊക്കെയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വരികളുണ്ട് സുപ്രഭാതത്തിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത്. അത് വാൽമീകി രാമായണത്തിലാണ്. സിദ്ധാശ്രമം എന്ന വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തില് കിടന്നുറങ്ങുന്ന രാമലക്ഷ്മണന്മാരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വിശ്വാമിത്ര മഹർഷി ഉണർത്തുന്ന സുപ്രഭാതമാണ് ഇന്ന് ലോകത്തില് എല്ലാ ദേവീദേവന്മാരെയും ഉണർത്താനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിലും സങ്കേതങ്ങളിലൊക്കെ കേൾക്കുന്നത് നമ്മൾ അതുകൂടി ഓർമ്മിക്കുക ഈ സന്ദർഭത്തില്. പിന്നെ സിദ്ധാശ്രമമൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. 3 ദിവസം വീണ്ടും താമസിച്ചിട്ടാണ് പിന്നീട് ഈ യാത്രകളൊക്കെ ചെയ്യുന്നത്. ഈ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ വേണ്ടതുപോലെ പൂജിച്ചു, മാനിച്ചു, സ്വീകരിച്ചു, ഇരുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഇതാരാണ്? രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. ഇവിടെ ഒരു വിശേഷമുണ്ട്. സീതാദേവി ആരാണ്? ഈ ജനക മഹാരാജാവിന്റെ പുത്രിയാണ് സീതാദേവി. വിദേഹരാജ്യമാണ്. ഈ വിദേഹരാജ്യത്തിലേക്കാണ് പോകുന്നത്. മിഥിലയാണ് തലസ്ഥാനം. ആ മിഥിലയിലാണ് പുരി, കൊട്ടാരം. മിഥിലാപുരിയിലേക്കുള്ള യാത്രയാണിത്. അങ്ങനെ ജനക മഹാരാജാവിന്റെ സന്നിധിയിലെത്തിയ സമയത്താണ് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ താടകയെ നിഗ്രഹിച്ചതും യാഗരക്ഷ ചെയ്തതും അഹല്യയ്ക്ക് ശിലയായി കിടന്ന അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതും ഒക്കെ പറഞ്ഞു. ജനകന് രാമലക്ഷ്മണന്മാരെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകളാണ് സീത. ഈ സീത എന്ന് പറയുന്നത് സീത ഉഴവുചാലിൽ നിന്ന്, അതായത് ഇങ്ങനെ നമ്മുടെ ഈ നുകം വെച്ചുകൊണ്ട് കാളകളെ കൊണ്ട് പൂട്ടുന്ന സമയത്താണ് അതിനെയാണ് ഉഴവുചാൽ എന്ന് പറയാം. അങ്ങനെയുള്ള ഉഴവുചാലിൽ നിന്ന് അതെന്തിനാണ്? യാഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് അത് വിശേഷമാണ്. അങ്ങനെ ഉഴുന്ന സമയത്ത് ആ ഉഴവുചാലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടി. അതുകൊണ്ട് സീത എന്നുള്ള പേരിട്ടു. അങ്ങനെ പക്ഷെ നാരദാദി ഋഷീശ്വരന്മാരുടെ വചനങ്ങളിലൂടെ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് ശ്രീരാമചന്ദ്രസ്വാമിക്കാണ് ഈ ലക്ഷ്മി ദേവിയെ നൽകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്ന ശ്രേഷ്ഠനായിട്ടുള്ള ജനക മഹാരാജാവ് സന്തോഷിച്ചു. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? ആ രാമന് മാത്രം കഴിയുന്ന ഒരു പരീക്ഷണത്തിലൂടെ ആവണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണ് ഇവിടെ ആ സമയത്ത് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ഉണ്ടായി. ഒരു വില്ല് അവിടെ കിട്ടി. അതാണ് ത്രയംബകം എന്ന വില്ല്. ഇതൊക്കെ കഥയാണ്. ആ ത്രയംബകം എന്ന അതിശ്രേഷ്ഠമായ ഗംഭീരമായ ശൈവ ചാപം അതിവിടെയുണ്ട്. അങ്ങനെ ശൈവ ചാപം അതിന്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപം ആരാണോ വലിച്ചു കെട്ടി പൊട്ടിക്കുന്നത് അവർക്കാണ് മകളെ കൊടുക്കുക എന്നുള്ള ഒരു പരീക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ഒരു
ഒരു നിബന്ധനയോടുകൂടിയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആർക്കും സാധിക്കാതെ രാജാക്കന്മാരൊക്കെ മടങ്ങിപ്പോകുന്ന അവസരത്തിലാണ് ഈ രാമലക്ഷ്മണന്മാർ ഇവിടെ എത്തിച്ചേർന്നത്. ആ രാമലക്ഷ്മണന്മാരോട് ആവശ്യപ്പെടുന്നു, ഇതെങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടികൾക്ക് ഒന്ന് ആ വില്ലൊന്ന് കാണിച്ചു കൊടുക്കണം. എന്താ വഴിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിപ്പോഴും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ വില്ലിന്റെ വലിപ്പം ത്രയംബകത്തിന്റെ വലിപ്പം. ത്രയംബകം എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ കയ്യിലുള്ള ശക്തി എന്ന വില്ലാണ്. അതുകൊണ്ടാണ് ത്രയംബക എന്ന് ദേവിക്കും പേര് വരാൻ കാരണം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത് ഒക്കെ ത്രയംബകം എന്നുള്ള മന്ത്രം ചേർത്ത് ജപിക്കുന്ന മഹാദേവന്റെ മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ഇവിടെ ഓർമ്മിക്കുക. 5000 പേര് വഹിച്ചു കൊണ്ടുവന്ന ആ വില്ല് മനോഹരമായി അലങ്കൃതമായിരുന്നു. 5000 പേര് എടുത്തുകൊണ്ടുവന്നു ആ വില്ല്. അതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശ്രീരാമേന്ദ്രസ്വാമി ചോദിച്ചു, ഇത് തൊടാൻ പറ്റുമോ, നോക്കാൻ പറ്റുമോ, തൊട്ട് നോക്കാൻ പറ്റുമോ? ഓ, ഇതിന് ഞാണ് കെട്ടിയിട്ടില്ല അല്ലെ, അത് ആവശ്യത്തിനല്ലേ കെട്ടുള്ളൂ, അത് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റുമോ, എങ്ങനെയൊക്കെയാണ് എടുത്തുയർത്താൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്താ പറയുന്നത്, ഒന്നും പറയാനില്ല, അത്രയും വലിപ്പുണ്ടേ. 5000 പേര് എടുത്തുകൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോളൂ. പക്ഷെ പെട്ടെന്ന് തൂവലൊക്കെ എടുക്കുന്നത് പോലെ വളരെ എളുപ്പത്തില് ഈ വില്ലെടുത്തു, ഉയർത്തി, ഒന്നതിനെ ഞാൻ വലിച്ചു കെട്ടി, ഒന്ന് കുലച്ചു, വലിച്ചു, പൊട്ടിപ്പോയി. ഘോരമായ ശബ്ദം, വില്ല് പൊട്ടി. ആ ശബ്ദം ലോകമെങ്ങും മാറ്റൊലി കൊണ്ടു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. സീത അതിയായിട്ട് സന്തോഷിച്ചു. വിശ്വാമിത്രനും ജനകനും സന്തോഷിച്ചു. ജനകന്റെ ആനന്ദത്തിന് അതിരില്ലാട്ടോ. ജനകൻ ദശരഥനെ ക്ഷണിച്ചു വരുത്തി. കുലഗുരു, ഭാര്യമാര്, പരിവാരങ്ങള് ഇവരോടുകൂടി ദശരഥൻ എത്തിച്ചേർന്നു. ദശരഥൻ വേണ്ടതുപോലെ സന്തോഷത്തോടുകൂടി ആ ആതിഥ്യ മര്യാദകളൊക്കെ ഏറ്റുവാങ്ങി. ജനകന് സീത ഉൾപ്പെടെ 4 കന്യകമാർ ഉണ്ടായിരുന്നു. 4 വിവാഹം ഒന്നിച്ചു നടത്തുക, അതാണ് നിശ്ചയം. വസിഷ്ഠനും വിശ്വാമിത്രനും ചേർന്ന് മുഹൂർത്തം കുറിച്ചു. മംഗളമുഹൂർത്തത്തില് സീതാ കല്യാണം വാദ്യമേളങ്ങളോടെ, ഹോമത്തോടെ സാഘോഷം നടക്കുകയാണ് മിഥിലാപുരിയിൽ. സീതാ കല്യാണ വൈഭോഗം ഇല്ലേ, അതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ശ്രീരാമൻ വേണ്ടതുപോലെ സീതാദേവിയെ വിധിപ്രകാരം വിവാഹം ചെയ്യുന്നു. പിന്നെ മാണ്ഡവിയുടെ കൈപിടിച്ച് ഭരതന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം ചെയ്തു. ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു. അങ്ങനെയുള്ള വിശേഷപ്പെട്ട വിവാഹ രംഗം അനുസ്മരിക്കുകയാണ് നാം ഈ ഒരു സന്ദർഭത്തില്. വിവാഹം കഴിഞ്ഞ് വരന്മാര്, വധുക്കള്, രാജാവ്, രാജ്ഞിമാര്, പരിവാരങ്ങൾ, സൈന്യങ്ങൾ എല്ലാവരും അയോധ്യയിലേക്ക് യാത്രയാകുന്ന രംഗം. സൈന്യങ്ങളോടുകൂടിയിട്ടാണ് യാത്രയാകുന്നത്. ഈ സമയത്ത് ഗംഭീരമായ ഒരു ഘോഷയാത്രയാണ്. ശുഭകരമായ ഒരു അവസരമാണ്, മംഗളകരമായ അവസരമാണ് വിവാഹ ഘോഷയാത്ര. പെട്ടെന്ന് ചില ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നു. എന്താണ് അറിയുന്നില്ല. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു, ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഒന്നും പേടിക്കണ്ട, വസിഷ്ഠൻ സമാധാനിപ്പിച്ചു. പക്ഷേ എതിരെ വരുന്നത് ചെറിയ ശക്തിയല്ല, ഒരു ഉഗ്രമൂർത്തിയാണ് എതിരെ വരുന്നത്. ആരാണത്? സാക്ഷാൽ ശ്രീ പരശുരാമൻ. പരശുരാമൻ മഴുവൊക്കെയായിട്ട്
കോപം കൊണ്ട് വിറയ്ക്കുകയാണ് പരശുരാമൻ. അടിമുടി കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായിട്ട് സകലരും ഭയന്നുപോയി. ക്ഷത്രിയരുടെ ജന്മശത്രുവാണ് പരശുരാമൻ. കുറെ കാലങ്ങളായിട്ട് പണ്ടേ തുടങ്ങിയതാണ് ആ ശത്രുത. പരശുരാമന്റെ അച്ഛൻ ജമദഗ്നി മഹർഷി, ക്ഷത്രിയനായ കാർത്തവീര്യാർജുനൻ ആ മഹർഷിയെ കൊന്നു. പരശുരാമൻ കാർത്തവീര്യാർജുനനെ കൊന്നു പകരം വീട്ടി. എന്നിട്ടും പകയടങ്ങാതെ ക്ഷത്രിയ ജാതിയെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് 21 പ്രാവശ്യം ഭൂമിയെ ചുറ്റി ആരെയും പേടിപ്പെടുത്തുന്ന മഴുവുള്ള ദിവ്യശക്തിയുള്ള ശിവന്റെ ശിഷ്യനായ പരശുരാമനാണ് വഴിതടഞ്ഞു നിൽക്കുന്നത്. ദശരഥൻ കാലുപിടിച്ചു, മാപ്പ് അപേക്ഷിച്ചു. രക്ഷയില്ല. പരശുരാമൻ രോഷത്തോടെ, അത്യധികം ക്രോധത്തോടുകൂടി ശ്രീരാമനോട് കയർക്കുന്ന ഭാഗം ശാന്തനായിട്ട് ശ്രീരാമൻ പരശുരാമനോട് പറയുന്ന വാക്കുകൾ, അതൊക്കെ നമുക്കൊന്ന് കുറച്ച് പാരായണം കൂടി ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ്, എല്ലാം പാരായണം ചെയ്യേണ്ടതാണ്. കുറച്ചു ഭാഗം. രാമ 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 കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുബാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്ഥയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തലിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാ. ഇവിടെ ദശരഥ അതിന്റെ വാക്കുകൾ അതിശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകളൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ കോപം ശമിക്കാതെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ശാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്ന് ഓർക്ക നീ. ഭൂമി പോലും വിറക്കുന്ന തരത്തില് കിട്ടുകിട്ട ഭൂകമ്പത്തോടു കൂടിയിട്ടാണ് ഈ സമയം നിമിഷങ്ങൾ കഴിഞ്ഞുകൂടിയത്. സിന്ധു സമുദ്രം അങ്ങനെ കലങ്ങി മറഞ്ഞു. ഇനി എന്താണ് വരുന്നതെന്നറിയാതെ സകലരും പരിഭ്രമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. ഈ സമയത്ത് ക്രുദ്ധനായ പരശുരാമനോട് വളരെ വിനയത്തോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമി പറയുന്ന വാക്കുകൾ ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു
നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു. സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുത്ഭവിക്കയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല. നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ അകിലോ കുലച്ചിടാം. അല്ലെങ്കിൽ തിരുവുള്ള കേടുണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പ കളേവരൻ കഞ്ച ലോചനൻ പരൻ കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി. മോദത്തോടരുൾ ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ. ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ഈ സമയത്ത് രാമൻ വില്ലെടുത്തു. ബാണം കുലച്ചു നിർത്തി അമ്പ് തൊടുത്തുവിടാൻ തയ്യാറാക്കി. പറയുന്നു, ഈ രാമബാണത്തിന് ലക്ഷ്യം വേണം, അത് കാണിച്ചു തരൂ, ഞാൻ തൊടുത്തുവിടാം എന്ന് വിനയത്തോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമി പറയുന്ന സമയത്താണ് പരശുരാമന്റെ പ്രഭാവത്തോടു കൂടിയിട്ടുള്ള ആ അനുഗ്രഹാശിസ്സുകൾ വരുന്നത്. ആ വാക്കുകൾ ശ്രദ്ധിക്കാം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനുമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ. ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണോ. ശ്രീരാമ രാമ രമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. വീണ്ടും അതിശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സ്തുതിച്ച് എല്ലാ സ്തുതികളും സമർപ്പിച്ചു പറയുന്ന രംഗം. ആകയാൽ തുൽപാദപദ്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ. നമസ്തേ ദാശരഥേ. നമസ്തേ സദാംബദേ. നമസ്തേ വേദപദേ. നമസ്തേ ദേവപദേ. നമസ്തേ മഖപദേ. നമസ്തേ ധരാപദേ. നമസ്തേ ധർമ്മപദേ. നമസ്തേ സീതാപദേ. നമസ്തേ കാരുണ്യാബ്ധേ. നമസ്തേ ചാരുമൂർത്തേ. നമസ്തേ രാമ രാമ. നമസ്തേ രാമചന്ദ്ര.
നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. സ്വർഗതിക്കായിട്ട് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് സമ്പാദിച്ച സ്വരൂപിച്ചു വെച്ച പുണ്യം മുഴുവനും അങ്ങേക്ക് തരുന്നു രാമ. അത് ലക്ഷ്യമാക്കി എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ അതിമനോഹരമായ വാക്കുകളെ കൊണ്ട് പരബ്രഹ്മസ്വരൂപനായ ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന രംഗം. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് ശ്രീരാമാദികള് പരശുരാമന്റെ അനുഗ്രഹവും തപോശക്തി മുഴുവനും ഇങ്ങോട്ട് ഏറ്റുവാങ്ങുന്ന രംഗം. ആ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായിക്കൊണ്ട് പോകുന്ന പരശുരാമൻ ഒരു ഭാഗത്ത് ആ ഭാര്യമാരോടുകൂടി ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവരും വൈകുണ്ഠപുരിയില് ലക്ഷ്മീദേവിയോടുകൂടി വൈകുണ്ഠമൂർത്തി വാഴുന്നത് പോലെ ശ്രീരാഘവൻ സീതയോടുകൂടി ആനന്ദമൂർത്തി മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിരിനാൻ അനുദിനം എന്ന വിശേഷപ്പെട്ട രംഗം. അയോധ്യയില് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ശ്രീരാമേന്ദ്രസ്വാമി സഹോദരന്മാരോടുകൂടിയും പത്നി സമേതന്മാരായിട്ട് കഴിഞ്ഞുകൂടുന്നു. വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വൈകുണ്ഠത്തിൽ കഴിഞ്ഞുകൂടുന്നത് പോലെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ള വിശേഷം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡമായ ബാലകാണ്ഡം സമർപ്പിക്കുന്നത്. ഈ ബാലകാണ്ഡം സമർപ്പിച്ച് ഇനി ഇതാ അയോധ്യ കാണ്ഡത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീണ്ടും പ്രാർത്ഥനയോടുകൂടി താർമകൾ കൺപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശുനി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എന്നങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ രംഗത്തോടുകൂടി നമുക്ക് അടുത്ത സുദിനത്തില് ഈ അയോധ്യ കാണ്ഡം ആരംഭിക്കാം. നാരദ രാഘവ സംവാദത്തോടുകൂടി കരുണാമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.